കൂലിപ്പണിക്ക് പോയതാണ്. കൂലിപ്പണിക്ക് പോയിട്ട് 7:30-ക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുട്ടമ്പുഴ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 7:15 അരിസാധനങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് 8:15 ഇങ്ങോട്ട് കയറി പോന്നെ. 8:15 ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ മാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉരുളനണ്ണി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ ഉള്ളൂ. അത്രയും അരിസാധനങ്ങളും ചുമന്ന് നടന്നു വരുമ്പോഴാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് ദാരുണ്യമായ അന്ത്യം സംഭവിച്ചത്. ആള് ഇല്ല, ഒന്നുമില്ല സാറേ. അത് മട്ടാണ് കിടക്കുന്നത്. ഞങ്ങളുടെ ഒരു സഹോദരൻ, അതിന്റെ വീട്ടിലെന്ന് പറയാൻ ഒരു വയസ്സ് ചെന്ന അമ്മയും അച്ഛനും രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടുത്തെ ആശാവർക്കറാണ്. ഈ കൂലിവേലയ്ക്ക് നിത്യം പോയി കഴിഞ്ഞ് വല്ലപ്പോഴും പണിയുള്ളൂ. ആ പണിയും കൊണ്ട് കിട്ടുന്ന കുട്ടമ്മ വന്ന് ഞാൻ കണ്ടതാ. അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് കയറിപ്പോന്നെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇവിടെ നമ്മുടെ എൽദോസ് മരിച്ചു എന്നൊന്നും പറഞ്ഞ് വിളിച്ചു. ഞാൻ അപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ കണ്ടത് ഒന്നുമില്ല. കൈ വേറെ, കാല് വേറെ, കുടല് വേറെ, കഷ്ണങ്ങൾ വേറെ വേറെ ആയിട്ട് കിടക്കുക. എന്താ സാറേ ഇത്? എന്തൊരവസ്ഥയാ. നമ്മുടെ ഒരാങ്ങളെയല്ലേ ഇങ്ങനെ കിടക്കുന്നത്. 45 വയസ്സുള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. അമ്മയ്ക്ക് അച്ഛനും ആകെയുള്ള അത്താണി ഒരു പെങ്ങള്, അത് വിവാഹം കഴിഞ്ഞു പോയി. വേറെ ആരുമില്ല അവർക്ക് ആശ്രയം. ഞാൻ ഇവിടുത്തെ ആശാവർക്കർ, ഒരു പാവം സാധു കുടുംബത്തിലെ അങ്ങ് എന്താ ഒരു പിണർക്കുടിയിൽ ഒരു വർഷം മുമ്പ് ഇതുപോലെ തന്നെ നടന്നു. അവര് ഒരു മാസത്തെ കൊച്ചിന് മരിച്ച എന്റെ മകന് ഒരു മാസത്തെ വാച്ചർ പണിയും കൊടുത്തു, 1 ലക്ഷം രൂപയും കൊടുത്തു. അത് ഒതുക്കി തീർന്നു. ഇങ്ങനെ ഇത് നിത്യസംഭവം. ഞാൻ ജോലി ആശാവർക്കറായിട്ട് ഈ കാട്ടിലൂടെ പോകുമ്പോൾ പ്രാർത്ഥിച്ചാ പോണേ. പലപ്പോഴും പന്നീനെ കാണാറുണ്ട്, മറ്റു മൃഗങ്ങളെയൊക്കെ കാണാറുണ്ട്, ആനേനെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജീവനും ഭയങ്കര ഭീഷണിയാണ്. ഇത് തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇവിടെ ജനം ഭയങ്കര രൂക്ഷമാണ്, അടുക്കാൻ പാടില്ല. അതുപോലെ ജനമാണ്. ഞങ്ങളെ ആരൊക്കെ മരിക്കേണ്ടി വന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മരിക്കുള്ളൂ. എൽദോസിന് വിട്ടു തരില്ല. അതിനകത്ത് ഞങ്ങൾ ശക്തമാണ്. ഇത് ഇന്നും അങ്ങനെയാണ്. രാഷ്ട്രീയക്കാരും ഫോറസ്റ്റുകാർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അവർക്ക് വനം സംരക്ഷിക്കുക, മൃഗം സംരക്ഷിക്കുക. മനുഷ്യനെ ഒരിക്കലും അവർ സംരക്ഷിക്കില്ല. അതിന് പുല്ല് വിലയാണ് അവർ കൊടുക്കുന്നത്. എന്താ ഇതിനൊരു നീതിയില്ല സാറേ? ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു നീതി വേണ്ടേ? ഞങ്ങളുടെ ജീവന് ഒരു കാക്കയുടെ അല്ലെങ്കിൽ ഒരു പുഴുവിന്റെ ജീവന് പോലുമുള്ള വില പോലും ഇല്ല. അത് ഇതെന്താ ഇങ്ങനെ തുടങ്ങുന്നത്? 45 കുടുംബം ഈ അങ്ങോട്ട് പോകുന്നുണ്ട്. അവര് പാവങ്ങള് ഈ സന്ധ്യവാരയ്ക്ക് എല്ലാം കൂലിപ്പണിക്കാരാ, പട്ടിണിക്കാരാ. അവര് ഭക്ഷണവും സാധനങ്ങളും മേടിക്കണമെങ്കിൽ ഈ ജംഗ്ഷനിലേക്ക് തന്നെ, അല്ലാതെ വേറെ മാർഗവുമില്ല. പോകുന്ന വഴിയിൽ ഇങ്ങനെ എന്നും ആനയാ. ഞങ്ങൾ പാലിയേറ്റീവ് ആശാവർക്കറായതുകൊണ്ട് ഞാൻ എൻ്റെ വാർഡിൽ എന്തെങ്കിലും സേവനം കൊടുക്കാനൊക്കെ ഗർഭിണികളെയോ അല്ലെങ്കിൽ കുഞ്ഞുമക്കളെയൊക്കെ കാണാൻ പോകണമെങ്കിൽ ഇതാണ് എൻ്റെ അവസ്ഥയും. എൻ്റെ ജീവനും എന്നാണെന്നറിയില്ല പൊലിയനെ. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇവിടെ ജനം രൂക്ഷമാണ്. ഇത് എന്ത് കാണിച്ചാലും ഞങ്ങൾ വിട്ടുതരില്ല. ഇതിനൊരു നിയമം വരാതെ ഞങ്ങളെ ഇന്നും ഇന്നലെ എന്നും കബളിപ്പിച്ച് ഇങ്ങനെ തന്നെ പോവുകയാണ്. എന്നും പറയും നാളെ നിയമോടാ. ഒന്നും വേണ്ട, ഒരു വെട്ടോ ഫെൻസിങ്ങോ ഉണ്ടെങ്കിൽ ആത്മാവ് പൊഴിയില്ല. ഭക്ഷണ സാധനങ്ങളുമായിട്ട് വന്ന് അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലുള്ള അച്ഛനും അമ്മയും നോക്കിയിരിക്കുന്നു. കുഞ്ഞുമകൻ ഒരേ മകനുള്ളത് ഭക്ഷണ സാധനമായിട്ട് വന്നു. അതുങ്ങൾ അത്താഴം ഉണ്ണാനായിട്ട് നോക്കി, മകനില്ല. എന്താ അവസ്ഥ? എങ്ങനെ ഞങ്ങൾ അതുങ്ങളോട് പറയും? എന്തൊരവസ്ഥയാ. ആ മകന് പണിയും വേലയും കഴിഞ്ഞ് ഒരു ഇറ്റ് വെള്ളം പോലും കുടിക്കാതെ വന്നു. മകന്റെ അവസ്ഥ എന്നാ? അത് കഴിഞ്ഞ് 10 മിനിറ്റ് മുമ്പ് ഒരു ഓട്ടോറിക്ഷക്കാരൻ പയ്യൻ വന്നപ്പോഴാണ് അല്ലെങ്കിൽ ഇത് അറിയാനും പോണില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ പാവം ഈ ഇരുട്ടത് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു ഒന്നും അറിയില്ല. ആന അവിടെ നിന്നോട് കഷ്ണങ്ങളാകി ചിന്നിക്കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്താ അവസ്ഥ സാറേ? ഞങ്ങൾ വിട്ടു തരില്ല. ഞങ്ങൾ ആരൊക്കെ മരിക്കണ്ടെന്നാലും ഞങ്ങൾ വിട്ടു തരില്ല. ഇതിന് കൃത്യമായ ഒരു നിയമം എടുക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ പാവങ്ങളുടെ കണ്ണീരാ പറയണേ സാറേ, വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് പറയുന്ന. കാട്ടാന ചവിട്ടിക്കൊല്ലുമോ, പുലി പിടിക്കുമോ എന്ന ആശങ്കയിലൊക്കെ മരണഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന ജനത, അവരുടെ ആകുലതകൾ, അവർ പേടിക്കുന്നതെന്തോ അതെല്ലാം വളരെ വ്യക്തമായി തന്നെ വൈകാരികമായി പറയുകയായിരുന്നു സിന്ധു ചേച്ചി പറഞ്ഞതുപോലെ കടയിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും എൽദോയും അടങ്ങുന്ന കുടുംബത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ 100 മീറ്റർ നടന്നു നീങ്ങില്ല. പക്ഷെ വീടെന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല. സിന്ധു ചേച്ചി പറഞ്ഞതുപോലെ പുഴുവിൻ്റെ വില പോലും ഇല്ലാത്ത മനുഷ്യരാണ് അവരെന്ന ചോദ്യം, അത് അധികാരികൾക്ക് കൊള്ളുന്ന ചോദ്യം തന്നെയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവർക്കാകില്ല. അവർക്ക് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവനിൽ ഭയമില്ലാതെ ജീവിക്കാനാകണം. അതിന് അവർ ഒരുപാട് ആവശ്യങ്ങളൊന്നുമല്ല ഉന്നയിക്കുന്നത്. ഫെൻസിങ് സൗകര്യമാണ്, ഒരു വെട്ടമാണ്, വെളിച്ചമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എൽദോസ് ഇങ്ങനെ ചിഹ്നിച്ചത് റോട്ടിൽ കിടക്കുമ്പോഴും
ആ എൽദോസിന്റെ മൃതദേഹം തിരിച്ചറിയാൻ സമീപത്തോടെ ഒരു ഓട്ടോ പോകേണ്ടി വരുന്ന മനുഷ്യരുടെ ഗതികേട് കൂടി സിന്ധു ചേച്ചി നമ്മോട് പറയുകയായിരുന്നു. അങ്ങേയറ്റം അവർക്ക് ആവശ്യമായതൊന്നും അവരുടെ ജീവന് സുരക്ഷ ഒരുക്കാൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തീർത്ത് പറയേണ്ട ഒരു സംഭവം കൂടിയാകുന്നു കുട്ടമ്പഴയിൽ ഉണ്ടാകുന്നത്. കുട്ടമ്പഴ ഉരുളൻതണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കുന്ന അതിദാരുണമായ വാർത്ത വരുന്ന മണിക്കൂറുകൾ, അവിടെ ജനരോഷം ഇരമ്പുന്ന മണിക്കൂറുകൾ. നേരത്തെ സിന്ധു ചേച്ചി പറഞ്ഞതുപോലെ കാടിന് നിയമമുണ്ട്, കാടിനെ സംരക്ഷിക്കണം, ആനയെ സംരക്ഷിക്കണം, പുലിയെ സംരക്ഷിക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യന് സ്വസ്ഥതയോടെ ജീവിക്കാനാകണം. അതിനുതകുന്ന നിയമങ്ങൾ വേണം, അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടേണ്ട സമയം കൂടിയാകുന്നു ഇതെന്ന് തീർത്ത് പറയണം. അവരുടെ പ്രതിഷേധം അതേപടി കുട്ടമ്പുഴയിൽ തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വനം മന്ത്രി വന്നാൽ മാത്രമേ അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന ദൃഢതയിൽ ഉറച്ചു നിൽക്കുകയാണ് ജനത. അവിടെ ഈ രാത്രി വൈകിയും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നിരവധി മനുഷ്യരാണ് എൽദോസിനോടൊപ്പം ചേർന്ന് അവിടെ പ്രതിഷേധത്തിനുള്ളത്. എൽദോസിന്റെ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ആ മൃതദേഹം എൽദോസ് രക്തസാക്ഷിയെ പോലെ കാണുകയാണ്. കാരണം അവരുടെ നിരന്തരമായ ആവശ്യമായത് അവിടെ ഫെൻസിങ്, സ്ട്രീറ്റ് ലൈറ്റ്, പക്ഷേ ഇതൊന്നും പാലിക്കാതെ, ഇതൊന്നും നടപ്പിലാക്കാതെ ഇന്നൊരു ജീവൻ പൊലിയുമ്പോൾ ഇനി വരും അധികാരികൾ നിരവധി വാഗ്ദാനങ്ങളായി, ചർച്ചകളായി, സർവകക്ഷി യോഗങ്ങളെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം അവർ ഉയർത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അതിദാരുണമായ സംഭവം. രാഹുൽ വിജയൻ നമ്മോടൊപ്പം ചെയ്യുന്നു. രാഹുൽ, ഇപ്പോൾ ഈ സിന്ധു ചേച്ചി സിന്ധു ചേച്ചി അങ്ങേറ്റം വൈകാരികമായി നമ്മോട് സംസാരിച്ച് സിന്ധു ചേച്ചി പറഞ്ഞതുപോലെ ഒരു വെട്ടം പോലും ഇല്ലാത്തൊരിടമായി ആണോ അവിടെ ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ എൽദോസിന്റെ മൃതദേഹം അങ്ങനെ ചിന്നിച്ചിതറി കിടന്നപ്പോഴും അത് കണ്ടത് പിറകെ നിന്ന് വന്ന ഒരു ഓട്ടോറിക്ഷയിലെ വെളിച്ചത്തിന്റെ പുറത്താണെന്ന് പറയുമ്പോൾ ആ മനുഷ്യർ അവിടെ എങ്ങനെ കഴിയുന്നു എന്നത് അക്കം പോലെ വരച്ചിട്ടിരിക്കുകയാണ്. സിന്ധു ചേച്ചി, രാഹുൽ തുടരാം. സുഹേൽ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ജനവാസ മേഖലകൾ എന്ന് പറയുമ്പോഴും അത് കാടിന് സമാനമായി കാണുന്ന ഒരു പ്രദേശമായി ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഇപ്പോഴും ഒരു ശാപമോക്ഷം ഇല്ലാത്തത്, വെട്ടമില്ലാത്തത്, വെളിച്ചമില്ലാത്തത്, കാട്ടാന ആക്രമണത്തിൽ ഇതുപോലെ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഉരുളൻതണ്ണി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ, ആ കുട്ടമ്പുഴയിൽ നിന്ന് ഉരുളൻതണ്ണി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ പല പ്രദേശത്തും വിജനമായ സ്ഥലമാണ്. പല പ്രദേശത്തും അവിടെ ഫെൻസിങ്, സ്ട്രീറ്റ് ലൈറ്റുകളില്ല. ഏതെങ്കിലും ഈ ഒരു പോസ്റ്റിലെങ്കിലും ഒരു ചെറിയ ബൾബ് കെട്ടി തൂക്കിയിട്ടാൽ പോലും അത് ആളുകൾക്ക് പ്രയോജനകരമാകുന്നതാണ്. ആ ഒരു സംവിധാനം പോലും ഉണ്ടാക്കാതെ ഉള്ളൊരു പ്രദേശമാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 60 കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഈ 60 കുടുംബങ്ങളെ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണോ എന്നൊരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ 60 കുടുംബങ്ങളുടെ ജീവന് വിലയില്ലേ, അല്ലെങ്കിൽ 60 കുടുംബങ്ങളുടെ ക്ഷേമത്തിന് യാതൊരു വിലയുമില്ലേ എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാർ പ്രതിഷേധത്തിനിടയിലും ചോദിക്കുന്നത്. കാരണം ഇതിനു മുമ്പും ഈ പ്രദേശത്തെ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ട്, കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അത് തടയിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ആ കാട്ടാനാക്രമണം തടയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വനം വകുപ്പിന്റെ വലിയ തരത്തിലുള്ള പരാജയമാണ്, അത് വനം വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഇത്രയും കടുപ്പിക്കാൻ ഈ നാട്ടുകാർ മുന്നിട്ടിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ കാട്ടാനാക്രമണത്തിൽ ഈ എൽദോസിന്റെ മൃതദേഹം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. ആ ദൃശ്യങ്ങളിൽ കണ്ട് മനസ്സിലാക്കുമ്പോൾ ശരീര അവയവങ്ങൾ പലതും വിട്ടുമാറി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയുള്ളൊരു മൃതദേഹം വെച്ച് ഈ പ്രതിഷേധം നടത്തണമെങ്കിൽ നാട്ടുകാർ എത്രത്തോളം